സുവി, എം ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ, അതിന് പിന്നാലെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ, അദ്ദേഹത്തിന്റെ സ്വകാര്യ പേഴ്സണൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മൊഴി രേഖപ്പെടുത്തൽ, ഇതൊക്കെ നടന്നു ഒരു ഭാഗത്ത്. ഒപ്പം സ്വപ്നയുടെ മൊഴികളും ഈ വാട്സപ്പ് ചാറ്റുകളിൽ നിന്നുമൊക്കെ വരുന്നൊരു സൂചന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുന്തമുന നീളുന്നത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ CM രവീന്ദ്രനിലേക്കാണ്. അപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്, എന്താണ് ഈ അന്വേഷണത്തിന്റെ വിവരങ്ങൾ? അതിനുശേഷം നമുക്ക് ശിവരാത്രി വിശേഷത്തിലേക്ക് കടക്കാം. സുവി. ലൈഫ് മിഷൻ, ഗുഡ് മോർണിംഗ് പ്രദീപ്, ഗുഡ് മോർണിംഗ് പ്രസാദ്. ഈ ലൈഫ് മിഷൻ കോഴ കേസിൽ അന്വേഷണം ശക്തമാക്കുക തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അവർ അടുത്തതായി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനെ വിളിച്ചു വരുത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് ED കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ നേരത്തെ CM രവീന്ദ്രനെ വിളിച്ചു വരുത്താൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം ഹാജരായില്ല, കോവിഡ് ആയിരുന്നു അദ്ദേഹത്തിന് എന്നാണ് അറിയിച്ചത്. അതിനുശേഷം പിന്നീട് അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിട്ടില്ലായിരുന്നു ED. ഇപ്പോൾ M ശിവശങ്കറിനെ ചോദ്യം ചെയ്യുകയും സ്വപ്നയും ശിവശങ്കരനും തമ്മിലുള്ള ചാറ്റ് പുറത്തു വന്നു. അതിനുശേഷം CM രവീന്ദ്രനും സ്വപ്ന സുരേഷും തമ്മിലുള്ള അടുത്ത ബന്ധങ്ങൾ തെളിയിക്കുന്ന ചാറ്റുകൾ പുറത്തുവരുന്നു. ഈ പ്രളയ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ചാറ്റുകൾ, സ്വപ്നയുമായുള്ള ചാറ്റുകൾ പുറത്തുവരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് CM രവീന്ദ്രനെ വിളിച്ചു വരുത്താനുള്ള നടപടികളിലേക്ക് ED കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസത്തിൽ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് നൽകും. അദ്ദേഹത്തിന് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തി മൊഴി നൽകേണ്ട സാഹചര്യം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി കരാർ ഉണ്ടാക്കാൻ വേണ്ടി സ്വപ്നയോട് നിർദ്ദേശിക്കുന്നത് ശിവശങ്കരനാണ്. എങ്ങനെയാണ് ഈ കരാറിന്റെ മാതൃക, അതിന് നൽകേണ്ട കത്ത്, റെഡ് ക്രസന്റ് നൽകേണ്ട കത്ത് എങ്ങനെയാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് ശിവശങ്കർ തന്നെയാണ് സ്വപ്നയ്ക്ക് വിവരിച്ച് നൽകുന്നത്. അതിന്റെ ഒരു മാതൃക തയ്യാറാക്കി നൽകുന്നു. അതിനോടൊപ്പം ഈ കൗൺസിൽ ജനറലിന്റെ ഒരു കത്തുകൂടെ വെക്കണം, അങ്ങനെ മുഖ്യമന്ത്രിക്ക് നൽകണം. ആ 2 കത്തുകളും തനിക്ക് നൽകിയാൽ മതി എന്നും ശിവശങ്കർ പറയുന്ന വാട്സപ്പ് ചാറ്റുണ്ട്. അതിനകത്ത് അവസാനം പറയുന്ന ഒരു വരിയുണ്ട്, അതായത് CM രവീന്ദ്രനെ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ CM രവീന്ദ്രനോട് ചോദിക്കൂ എന്നാണ് M ശിവശങ്കരൻ പറയുന്നത്. അതിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ് ഈ ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ CM രവീന്ദ്രന് അറിയാമെന്ന് സ്പഷ്ടമാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിന് തുടർച്ചയായി 2017 രവീന്ദ്രനും അതുപോലെ സ്വപ്ന സുരേഷും നടത്തിയ വാട്സപ്പ് ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് രാത്രി 11:45 ഈ ചാറ്റ് നടന്നിരിക്കുന്നത്. അതിൽ ആദ്യം ഈ പ്രളയ സമയത്ത് പ്രളയ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ CM രവീന്ദ്രൻ അയക്കുന്നു. അതിനുശേഷം ചില സ്വകാര്യ സംഭാഷണങ്ങളിലേക്ക് കൂടെ അവർ കടക്കുന്നു. അതാണ് ആ ഒരു ചാറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അന്വേഷണ ഏജൻസി CM രവീന്ദ്രനെ കൂടെ അന്വേഷണം എത്തുകയാണ്. കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് CM അതുപോലെ തന്നെ സർക്കാർ. മുൻ സെക്രട്ടറിയായ ശിവശങ്കരൻ അപ്പോ സുബി പറഞ്ഞു വന്നത് ഈ ED സുബിയുടെ ടെലിഫോൺ ലൈനിലും അവിടുത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട്. അപ്പൊ എന്തായാലും പിന്നെ ഈ ഒരു അന്വേഷണം മുന്നോട്ട് തന്നെ എന്നുള്ളതാണ്. ഏറെക്കുറെ ഇതൊക്കെ തണുത്തു അല്ലെങ്കിൽ വിചാരിച്ച സമയത്ത് കോടതിയിൽ ചില ചോദ്യങ്ങൾ ആദ്യം ഉയർന്നിരുന്നു. കാര്യം ഇത് ആദ്യം 2 തവണ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒന്ന് സ്വർണ്ണക്കടത്ത് കേസിൽ, രണ്ടാമത് ഡോളർ കടത്ത് കേസിൽ. ഇതിലെല്ലാം അദ്ദേഹം ജാമ്യം തേടി പുറത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ ലൈഫ് മിഷൻ എല്ലാം കഴിഞ്ഞു എന്ന് കരുതിയിരുന്ന സമയത്ത്, മാത്രമല്ല ലൈഫ് മിഷനിൽ പിന്നെ കോഴിയൊന്നും ഇല്ലാതെ എല്ലാം ഭദ്രമാണ് എന്നുള്ള മട്ടിലുള്ള ഒരു വാദം ഒരു ഭാഗത്ത് സംസ്ഥാനത്തെ ഭരണകക്ഷിയിലുള്ളവർ ഉയർത്തിയിരുന്നു. ഒപ്പം തന്നെ സംസ്ഥാന വിജിലൻസ് CBI ഒരു അന്വേഷണ നീക്കവുമായി വന്നപ്പോൾ സംസ്ഥാന വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം വന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് CBI അന്വേഷണത്തിന് തടയിടാനുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും വിജിലൻസ് വളരെ വേഗത്തിൽ പോയി പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. സുവി, ഇപ്പോ കേൾക്കാം, സുവിയുടെ ശബ്ദം കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സുവിക്ക് തുടരാം. ഈ അന്വേഷണം അതിന്റെ ഒരു വ്യക്തമായ ദിശയിലേക്ക് നീങ്ങുന്നു എന്നാണ് സുവിക്ക് ലഭിക്കുന്ന സൂചന. കാര്യം കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നിന്ന്, കൊച്ചിയിൽ നിന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ പ്രളയത്തിന് ശേഷമുള്ള പുനർനിർമ്മാണത്തിന്
സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത്, അതായത് അല്ല ക്ഷമിക്കണം, സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള കത്ത് റെഡ് ക്രസന്റ് തരേണ്ടതാണ്. UAE കോൺസുലേറ്റ് സാക്ഷ്യപ്പെടുത്തിയ ഒരു കത്ത് സംസ്ഥാന സർക്കാരിന് അയക്കണം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അയക്കേണ്ട കത്തിന്റെ ഡ്രാഫ്റ്റ് പോലും ഇവിടെ തയ്യാറാക്കി സ്വപ്ന വഴി UAE അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക്, പ്രതിനിധികൾക്ക് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് വാട്സാപ്പ് ചാറ്റുകളിലൂടെ. ആ വാട്സാപ്പിൽ നമുക്ക് കിട്ടിയ വാട്സാപ്പ് ചാറ്റിന്റെ കോപ്പികളിൽ ആ കത്തിന്റെ ഡ്രാഫ്റ്റും ഉണ്ട്, അതിന്റെ ഒരു കരടും ഉണ്ട്, അല്ലേ സുബി? തീർച്ചയായും. അതായത് റെഡ് ക്രസന്റ് എന്ന് പറയുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ, അവർ ഇവിടെ പ്രളയത്തിൽ കഷ്ടത അനുഭവിച്ചവർക്ക് വേണ്ടി വീട് നിർമ്മിച്ചു നൽകാം, വീട് നഷ്ടപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകാം എന്ന് പറഞ്ഞ് പ്രോജക്റ്റുമായി വരുന്നു. അതിൽ അവരുമായി കരാറുണ്ടാക്കാൻ വേണ്ടി യൂണിടാക് എന്ന് പറയുന്ന കമ്പനിയെ, ആ യൂണിടാക്കിൽ നിന്ന് കമ്മീഷൻ ലഭിക്കുന്നു. 4.5 കോടി രൂപയുടെ കമ്മീഷൻ നൽകി എന്നാണ് യൂണിടാക് പറയുന്നത്. അത് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സിനും മറ്റുമായി വീതിച്ചു നൽകി എന്നാണ് പറയുന്നത്. അതിൽ 1 കോടി രൂപയാണ് M ശിവശങ്കറിന് കമ്മീഷൻ അടിസ്ഥാനത്തിൽ കോഴയായി ലഭിച്ചിരിക്കുന്നത്. അതാണ് ലോക്കറിൽ നിന്ന് കണ്ടുകിട്ടുന്നത്. അങ്ങനെയാണ് ഈ കേസിലേക്ക്, ലൈഫ് മിഷൻ കേസിന്റെ കോഴയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ചുരുളഴിയുന്നതും M ശിവശങ്കർ കുടുക്കിലാകുന്നതും. ഏതായാലും അതിന് തുടർച്ചയായി ലഭിക്കുന്ന മൊഴികളും എല്ലാം തന്നെ M ശിവശങ്കറിനെ വെട്ടിലാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം UV ജോസ്, ലൈഫ് മിഷൻ കോഴ കേസിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ മുൻ CEO ആയിരുന്ന UV ജോസിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോഴും അദ്ദേഹം നൽകുന്നത് M ശിവശങ്കറിനെ വെട്ടിലാക്കുന്ന മൊഴികൾ തന്നെയാണ്. രേഖകളെല്ലാം തയ്യാറാക്കിയത് M ശിവശങ്കർ തന്നെയാണ്. താൻ ഒപ്പിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. തനിക്ക് ഈ കോഴ കേസുമായി ബന്ധമില്ല, സാമ്പത്തിക ഇടപാടുകളിലൊന്നും താൻ ഭാഗമായിട്ടില്ല, മുഴുവൻ രേഖകളും ഉണ്ടാക്കുന്നത് M ശിവശങ്കർ ആണ് എന്നാണ് അദ്ദേഹവും മൊഴി നൽകുന്നത്. ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ M ശിവശങ്കർ എന്ത് പറയും എന്നതാണ് ഇനി കാണാനുള്ളത്. അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റസമ്മതം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും മൊഴികൾ M ശിവശങ്കറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നോക്കുന്നത്. അങ്ങനെ ഒരു മൊഴിക്ക് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട കരാർ, ആ കരാറിന്റെ കോപ്പികൾ, ആ രേഖകൾ ഇതുവരെയും ഇഡിക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഈ ആരോപണം വന്ന ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ ഇത് വിജിലൻസിനെ ഏൽപ്പിക്കുകയായിരുന്നു അന്വേഷണം. അന്ന് വിജിലൻസ് വേഗം തന്നെ അന്വേഷണം നടത്തുന്നു, ഈ രേഖകളെല്ലാം കണ്ടുകിട്ടുന്നു. അത് വിജിലൻസിന്റെ പക്കൽ തന്നെയാണ് ഈ രേഖകൾ ഉള്ളത്. പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഏജൻസികളായ CBIക്കും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഈ രേഖകൾ ലഭിച്ചിട്ടില്ല. അത് മറ്റൊരു നിയമയുദ്ധത്തിലേക്ക് കൂടെ പോകുമോ എന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. കാരണം ഈ രേഖകൾ കേസിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. UV ജോസിനെ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തിയപ്പോഴും ഈ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹവും ഹാജരാക്കിയില്ല. താൻ വിരമിച്ചിട്ട് 2 വർഷമായി, ആ രേഖകളെല്ലാം വിജിലൻസിന്റെ പക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിയുകയായിരുന്നു. ഏതായാലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒട്ടും വിടാതെ തന്നെ ഇഡി ഈ കേസിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരി.